അനുഗ്രഹീതമായ ഈ സായാഹ്നത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. തൃശ്ശൂരുള്ള എല്ലാ ക്രൈസ്തവ വാദകർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവസന്നിധിയിലടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പായിട്ടൊരു കാര്യം ഓർപ്പിക്കുന്നു. അല്പം കൂടെ മുമ്പോട്ട് നിങ്ങൾ കയറിയിരിക്കുകയാണെങ്കിൽ അത് ഉപകാരമായിരിക്കും. കാരണം മറ്റുള്ളവർക്ക് അധികം ബുദ്ധിമുട്ടാതെ ഇവിടെ വന്ന് ഇരിക്കുവാനായിട്ട് സാധിക്കും. താല്പര്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ പോൾ അവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതാണ്. കടന്നുവന്നായി നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. മുൻപാകെ നമ്മുടെ തലകളെ വണക്കാം. ഈ സംഗീത സായാഹ്നം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കടന്നു വന്നാൽ നമ്മെല്ലാവരും വളരെ സന്തോഷം അനുഭവിച്ച് മടങ്ങി പോകുവാൻ ദൈവയുടെ ആക്കടനായി ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ ക്രിസ്തുയേശുവിൽ കൂടെ അളവൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ വീണ്ടെടുപ്പാനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിലും അങ്ങയുടെ കൃപയിലും ആശ്രയിച്ച് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സായാഹ്നം കർത്താവ് ഞങ്ങൾക്ക് ഇവിടെ അനുഭവിപ്പാൻ തക്കുന്ന കർത്താവ് അവസരമൊരുക്കി തന്നതോർത്ത് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു, അവിടെ നടികളെ മാനിച്ചു, അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. ഈ സന്ധ്യാസമയം കർത്താവിന്റെ പാദപ്പെടുത്തി ഒന്ന് കടന്നു വന്നിരിക്കുന്നു. കർത്താവ് മനോഹരമായ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആ ഗാനത്തിന്റെ അർത്ഥം ധ്യാനിപ്പാനും ദൈവസന്നിധി ഹൃദയത്തിൽ തീരുമാനമെടുത്ത് മടങ്ങി പോകുവാനും ജനകോളങ്ങൾക്ക് ആശ്വാസം അനുഗ്രഹമായി തീരുവാനും ദൈവമായ കർത്താവടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്തദാസൻ കർത്താവ് പ്രിയ തത്സലോർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസനെ നീ സഹായിക്കുമാറാകണമേ. കഴിഞ്ഞ നാളുകളിൽ തന്റെ ശുശ്രൂഷയിൽ കർത്താവ് തന്നോട് കൂടി സഹായിച്ചല്ലോ. ശാരീരമായി ബലപ്പെടുത്തുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ടതായ ആനന്ദഗീതങ്ങൾ, ആത്മീയഗീതങ്ങൾ പാടി സന്തോഷം അനുഭവിപ്പാൻ തൻ്റെതായ ശബ്ദത്തിൽ കൂടെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവരും ഇടയാക്കുകയും ചെയ്യുമാറാകണമേ. ഇവിടുന്ന് പാടുന്നതായ എല്ലാ ഗായകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഓരോ ഉപകരണങ്ങളെ ഉപയോഗിക്കുന്നവരെ പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലം യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കാൻ ദൈവമേടയാക്കുവാനമേ. അന്യമായ ശബ്ദമില്ലാതെ ശാന്തതയോടുകൂടെ ദൈവത്തെ സന്തോഷിപ്പാൻ എല്ലാവരും ഇടയാക്കുമാറാകണം. എല്ലാ ഉപകരണങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ആലോചനകളും കർത്താവ് നിങ്ങളെ കേൾക്കുമാറാകണമേ. ഈ ശുശ്രൂഷയുടെ അവസരമായി ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കർത്താവ് ഇടയാക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്കും ഏൽപ്പിക്കുന്നു. കൈയേൽക്കണമേ, കൂടി സഹായിക്കണമേ. ആദ്യ അവസാനം തിരുവിഭരിക്കണമേ. നാമത്തെ മഹത്വപ്പെടുത്തുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുക. സ്തോത്രം. യേശു രക്ഷന്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. തുടർന്ന് ഈ യോഗത്തെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ആശ്രയം എന്ന ഈ സംഗീത സായാഹ്നത്തിന്റെ ജനറൽ കോർഡിനേറ്ററായിരിക്കുന്ന ടോണി ഡി ചൊവ്വുകാരനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സംഗീത സായാഹ്നം ഇവിടെ സമാരംഭിക്കുകയാണ്. ഭക്തിഗാനങ്ങളുമായി 4 പതിറ്റാണ്ടുകൾ പിന്നിട്ട സംഗീതജ്ഞൻ ഭക്തവത്സലൻ, സ്വരമാധുരി കൊണ്ടും സർഗപ്രതിഭ കൊണ്ടും ക്രൈസ്തവ സംഗീതത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ പാസ്റ്റർ ഭക്തവത്സലനെ തൃശ്ശൂരിലെ ക്രൈസ്തവ ജനതയുടെ പേരിൽ ഏറെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് കരങ്ങളെ അടിച്ച് പാസ്റ്റർ ഭക്തവത്സലനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ബ്രദർ CJ വർഗീസിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായിരിക്കുന്ന സായം സന്ധ്യയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
ഇങ്ങനെ ഒരു ആത്മീയ സമ്മേളനം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ സംഘടിപ്പിക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകർക്കാലം വിവിധയിടങ്ങളിൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപയുടെ അത്യന്ത ധനത്തെ മനസ്സിലാക്കി അനുഭവിച്ച് ജീവിപ്പാൻ കർത്താവ് ഇടയാക്കി അതിനുശേഷമായ സമയം ഇവിടെ കടന്നു വന്ന മനോഹരമായിരിക്കുന്ന ആത്മീയ വേദിയിൽ ഈ സംഗമത്തിൽ സന്നിഹിതരാകുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന മനോഹരമായ സമയങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് വീണ്ടും സ്തോത്രം ചെയ്യുക. ഈ സമ്മേളനത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം ഇവിടെ ആമുഖമായിട്ട് പ്രസ്താവിച്ചതുപോലെ കഴിഞ്ഞ ദീർഘവർഷമായി കർത്താവിന്റെ വയൽപ്രദേശത്ത് സംഗീതത്തിൽ കൂടി വളരെ മനോഹരമായിരിക്കുന്ന ശുശ്രൂഷ നിവർത്തിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഭക്തവത്സലിനെ ആദരിക്കുക എന്നുള്ളതാണ്. ക്രൈസ്തവ കളരിക്ക് വളരെ മനോഹരമായിരിക്കുന്ന ഈടുറ്റതായിരിക്കുന്ന സംഗീത സംവിധാനങ്ങൾ ചെയ്ത മനോഹരമായ ഗാനങ്ങൾ പകർന്ന കർത്താവിന്റെ ദാസനെ ആദരിക്കുക എന്നുള്ളത് ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ഒരു ആദരണീയമായ കാര്യം തന്നെയാണ്. വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന വേദിയാണ്. ഈ സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ലളിതമായ ഭാഷയിൽ വളരെ പെട്ടെന്ന് ആ വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ സമ്മേളനത്തിന്റെ അലങ്കാരം, ഇതിന്റെ മഹത്വം, സന്തോഷം എന്ന് പറയുന്ന കർത്താവിന്റെ ആഗമനമാണ്. അദൃശ്യനായ ദൈവം നമ്മുടെ മധ്യത്തിൽ ഉലാത്തുന്നു. ആ കർത്താവിനെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കുക ദൈവനത്തിന് ഭാഗ്യം ലഭിക്കും. അതോടെ ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ വിശിഷ്ട അതിഥി എന്ന് പറയുവാൻ കഴിയുന്ന പലരും ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ആള് എന്ന നിലയിൽ പ്രിയ ഭക്തൻ, വളരെ ചെറുപ്രായം തന്നെ ഞങ്ങൾക്ക് വളരെ ആത്മീയമായ ബന്ധം എനിക്കും ഞങ്ങളുടെ സഭകൾക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അനേകർക്കുണ്ട്. കർത്താവിന്റെ ദാസൻ പഴഞ്ഞി, കുന്നംകുളം പഴഞ്ഞി എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ തൃശ്ശൂരിലായിരിക്കുന്ന നമുക്ക് അദ്ദേഹത്തെ ആദരിക്കുവാൻ കഴിഞ്ഞതിന് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ കുടുംബമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. തൻ്റെ ഭാര്യ ബീന, തൻ്റെ മക്കള്, തൻ്റെ സഹോദരി ഭർത്താവ്, അങ്ങനെ ആ കുടുംബം സന്തോഷകരമായി തന്നെ ഇവിടെ ആഗതരായിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ കർത്താവിന്റെ ദാസൻ ഭക്തവത്സനെയും കുടുംബത്തെയും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മധ്യത്തിൽ വിശിഷ്ട അതിഥികളായിട്ട് വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു വന്ന കർത്താവിന്റെ ദാസന്മാരുണ്ട്. നമുക്ക് വളരെ പരിചയമുള്ള ജോർജ് പിതാവറുകൾ, കേരളക്കരയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മാധുര്യ ഗാനങ്ങൾക്ക് ഈണമിട്ടതായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ ശുശ്രൂഷയുണ്ട്. കർത്താവിന്റെ ദാസനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഗുഡ് ന്യൂസിന്റെ എഡിറ്റർ ഇൻചാർജ് TM മാത്യു അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തിനും ശുശ്രൂഷയുണ്ട്. കർത്താവിന്റെ ദാസനെയും ഈ പ്രത്യേകമായിരിക്കുന്ന ആത്മീയ സംഗമത്തിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബ്രദർ TF ജെയിംസ്, എബനേസർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായിരിക്കുന്ന അദ്ദേഹത്തിന് ശുശ്രൂഷയുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക്, ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ കലാകാരന്മാർ നമ്മുടെ മക്കൾ തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പാടുന്നതും ഉപകരണങ്ങൾ വായിക്കുന്നതെല്ലാം തൃശ്ശൂർക്കാരായ നമ്മുടെ മക്കളാണ്. അഭിമാനത്തോടെ എനിക്ക് ആ കാര്യങ്ങളിൽ ഓർക്കുവാൻ കഴിയുന്നുണ്ട്. സ്മരണീയമായ ഒരു അനുഭവമാണിത്. നമ്മുടെ മക്കൾ തന്നെ പാടുന്നതായ, വാദ്യോപകരണങ്ങൾ വായിക്കുന്നതായ മനോഹരമായ വേദി. ഞാൻ എല്ലാവരും പേര് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയ ഷാജുവിന്റെ നേതൃത്വത്തിലാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കർത്താവിന്റെ ദാസനെയും മറ്റെല്ലാ ടീമങ്ങളെയും ഈ സമയത്ത് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ വിവിധ സഭകളെ പ്രതികരിച്ച് വിശ്വാസികളായ അനേക ദൈവമക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, വന്നിട്ടുണ്ട്, ഇനിയും വരേണ്ടവരായിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഈ സമയത്ത് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സഭാ പ്രതിനിധിയായ നിലയിൽ പാസ്റ്റേഴ്സ്, അതുപോലെ വിധമായ മൂപ്പന്മാര്, ശുശ്രൂഷകന്മാര്, സുവിശേഷകന്മാരായി വന്നിട്ടുള്ള അനേകരുണ്ട്. അവരെല്ലാം ഈ മീറ്റിംഗിലേക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ സന്ദർഭത്തിൽ വളരെ അനിവാര്യമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ, ഗാനങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ ഇവിടെ പാടുന്ന എല്ലാ പാട്ടുകളും തന്നെ കർത്താവിന്റെ ദാസൻ ഒന്നുകിൽ താൻ രചിച്ച പാട്ടുകൾ, താൻ ഈണമിട്ട പാട്ടുകളാണ് ഇവിടെ പാടുന്നത്. അതിൽ ലയിക്കുവാൻ, ഒരു ആത്മീകമായിട്ടുള്ള സന്തോഷത്തിന്റെ അനുഭവം നമുക്ക് പങ്കിടുവാൻ ഈ സമയങ്ങൾ ഇടയാക്കി തീർക്കട്ടെ. ഒരിക്കലും അലക്ഷ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റു നിലയിലൊന്നും ഇരിക്കാതെ വളരെ കാര്യഗൗരവമായ നിലയിൽ തന്നെ ഈ സംഗീത പരിപാടികൾ സംബന്ധിച്ച ആത്മീയ നിർവൃത്തി പ്രാപിച്ച് കടന്നു പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിന് വിരമിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. ഇവിടെ ഫ്രണ്ടിലെ ഇടയ്ക്കൊക്കെ സീറ്റുകൾ ഓരോന്ന് ഒഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 2-3 പേരും മുൻപിലേക്ക് വന്ന് സീറ്റുകൾ എവിടെയാണ് ഒഴിവുള്ളതെന്ന് നോക്കുകയും ആ സീറ്റുകളിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നിരുത്തുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ഇവിടെ സമാരംഭിക്കുകയാണ്. ആത്മീയ ചൈതന്യം തുടിക്കുന്ന ഒട്ടേറെ അനശ്വര ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിക്കുകയും സംഗീതം പകരുകയും ചെയ്ത പാസ്റ്റർ ഭക്തവത്സലൻ ഇതിനോടകം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 100 കണക്കിന് വേദികളിൽ ക്രിസ്തുവിന് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചു. കാലങ്ങളെയും തലമുറകളെയും അതിജീവിച്ച് മനുഷ്യ മനസ്സുകളിൽ ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും തിരിനാളമായി എന്നുമെന്നും പ്രകാശം ചൊരിയുവാൻ കരുത്തുട്ട 200-ലധികം ഗാനങ്ങൾ തന്റെ തൂലികയിൽ നിന്നും ജന്മം കൊണ്ടു. ആരാധ്യനെ പരിശുദ്ധൻ മഹോന്നത ദേവൻ ജീവിത സാഗരത്തിൽ ആശ്രയം ചിലർക്ക് രഥത്തിൽ തുടങ്ങി ഭക്തവത്സലൻ ക്രൈസ്തവ സംഗീത ലോകത്തിന് സംഭാവന ചെയ്ത അമൂല്യമായ ആ ഗാനശേഖരത്തിലെ 21 ഗാനങ്ങൾ പ്രശസ്ത ഗായകർ നിങ്ങൾക്കായി ഇവിടെ ആലപിക്കുകയാണ്. സ്വർഗീയ സന്തോഷത്തിന്റെ തിരകൾ ഉയർത്തുന്ന ഈ ഗാനവീഥികൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആത്മചൈതന്യത്തിന്റെ തെളിനീരായി പിന്നെയും പരന്നൊഴുകട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്രൈസ്തവ കലാകാരന്മാർ, തൃശ്ശൂരിലെ വിവിധ സഭകളിലെ പ്രതിദാനം ചെയ്യുന്ന വിവിധ ടീമുകളെ പ്രതിദാനം ചെയ്യുന്ന ക്രൈസ്തവ കലാകാരന്മാർ ഒന്നിച്ച് ചേർന്നൊരുക്കുന്ന ആശ്രയം സംഗീത സായാഹ്നം ഇവിടെ സമാരംഭിക്കുകയാണ്. ആരാധ്യനായ, സ്തുതിക്ക് യോഗ്യനായ, സർവവല്ലഭനായ യേശുവിനെ സ്തുതിക്കുന്ന ഒരു സ്തുതിഗാനത്തോടുകൂടെ ഞങ്ങളിവിടെ ആരംഭിക്കുന്നു. ആരാധ്യനെ ആരാധ്യൻ.
ക്രൈസ്തവ സംഗീതത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ മണ്ണാണ് തൃശ്ശൂരിൻ്റേത്. ഈ മണ്ണിൻ്റെ മറ്റൊരു സംഭാവനയാണ് പാസ്റ്റർ ഭക്തവത്സലൻ. ഈ തൃശ്ശൂരിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദൈവം അദ്ദേഹത്തെ പറഞ്ഞു വയ്ക്കാനിടയായി തീർന്നു. നൂറുകണക്കിന് വേദികളിൽ തൻ്റെ സ്വരമാധുരി കൊണ്ട് യേശുവിൻ്റെ സന്ദേശം അനേകരിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇവിടെ തൻ്റെ ജീവിത അനുഭവങ്ങളുമായി ചേർത്തെഴുതിയ ഈ ഗാനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മീയ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. യേശുവിനെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഗാനങ്ങൾ യേശുവുമായിട്ടുള്ളൊരു ബന്ധത്തിന് ഇടവരുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കുന്നു. പാഹിമാം ജഗദീശ്വരായ് എന്ന ഗാനം. ഈ ഗാനം വേദിയിൽ ആലപിക്കുന്നത് പ്രശസ്ത ഗായകൻ ബെന്നി എബ്രഹാമാണ്. ആത്മീയയാത്രയിലൂടെയും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായ ആ ശബ്ദം നിരവധി റേഡിയോ TV പ്രോഗ്രാമുകളിലൂടെ ഇന്ന് ദൈവം ഏറ്റവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കുന്ന ഗായകൻ ബ്രദർ ബെന്നി എബ്രഹാമിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. പ്രിയ ഭക്തശായൻ്റെ വളരെ നാളുകളെ നീണ്ടു നിൽക്കുന്ന ഈ സഭയിൽ എനിക്കും ഭാഗവാക്കാവുവാൻ കഴിഞ്ഞതിൽ ഞാൻ വലിയവനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ കുഞ്ഞുനാളില് അദ്ദേഹത്തിൻ്റെ ഗാനം കേൾക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എന്നാൽ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുവാൻ പിന്നീട് ദൈവം എന്നെ സഹായിച്ചു. അനേകം വേദികളില് അദ്ദേഹത്തിലൂടെ വിരിഞ്ഞ ഗാനകുസുമങ്ങൾ ആലപിക്കുവാൻ ദൈവം സഹായിച്ചു. തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹത്തിലൂടെ അനേകം ഗാനങ്ങൾ ക്രിസ്തീയ ഗാന കൈരളിക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഗാന കൈരളിക്ക് നൽകിയ ഒരു മനോഹര ഗാനമാണ് പാഹിമാം ജഗദീശ്വര. എനിക്കും വളരെ ഇഷ്ടമുള്ള ഈ ഗാനം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. ശരി ശരി. Ah
35 വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രയിൽ ഒരു സുനാമി പോലൊരു വേലിയേറ്റമുണ്ടായി. നല്ല ചൂടുള്ള ഒരു സമയം. ആളുകൾ രാത്രി സമയത്ത് കടലോരത്ത് നൂറുകണക്കിന് ആളുകൾ രാത്രിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു സുനാമി അടിക്കുകയും ആ കടലോരത്തുള്ള ആളുകളൊക്കെ നിമിഷ നേരം കൊണ്ട് മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ അകപ്പെടുവാനിടയായി തീർന്നു. ഈ വാർത്ത പത്രദ്വാരെ പാസ്റ്റർ ഭക്തവത്സലൻ വായിച്ചപ്പോൾ തൻ്റെ മനസ്സിൽ ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമുള്ള ഒരു ഉൾക്കാഴ്ച തനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. ക്ഷണഭങ്കുരമായ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും പ്രത്യാശയില്ലാതെ ഓടുന്ന മനുഷ്യനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ തൻ്റെ മനസ്സിനെ ഇളകി മറിച്ചപ്പോൾ ആ ചിന്തയിൽ നിന്നും ഉടലെടുത്ത അതിമനോഹരമായ ഒരു ഗാനമാണ് ജീവിത സാഗരത്തിൽ ഒരു ചെറു തോണി ഞാൻ ഇന്ന് ആരംഭിക്കുന്നു. യേശുവില്ലാതെ ജീവിത ദുഃഖങ്ങളുടെ തിരകളിൽപ്പെട്ട് ആടിയുലയുന്നവർക്ക് ഈ ഗാനം ആശ്വാസമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി സിസ്റ്റർ അബിനി ഈ ഗാനം ആലപിക്കുന്നു.
അടുത്ത ഗാനം യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെ വർണ്ണിക്കുന്ന ഉയർന്നിധ വാനിൽ എന്നാരംഭിക്കുന്ന ഗാനം ക്രിസ്റ്റോ നമുക്ക് വേണ്ടി ആലപിക്കുന്നു.
നാം ഇവിടെ പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിന്നരത്ത് മീഡിയയിലൂടെ ഈ പ്രോഗ്രാം മറ്റു പലരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായിരിക്കുന്ന ബ്രദർ എം ടി ടീസൺ അതേപോലെ ചൈനയിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചൈനയിൽ ഇരുന്നുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്നു. വളരെ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം അറിയിക്കാനിടയായി തീർന്നു. പാസ്റ്റർ ഭക്തവത്സലൻ്റെ ഗാനങ്ങളിലൂടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയ ഒരുപാട് പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നിശയുടെ നിശബ്ദതയിൽ നിരാശ തന്നീർ ചുഴിയിൽ നാം എന്ന ഗാനം കേട്ട് ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ച അഡ്വക്കേറ്റ് ടോമി, അദ്ദേഹം ഇൻഡോറിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി താളം തെറ്റിയ ഒരു ജീവിതമായി അദ്ദേഹത്തിൻ്റെത് മാറി. ആ സമയത്ത് അദ്ദേഹം വിവാഹിതനായി. പക്ഷേ ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് ആ വിവാഹ ബന്ധം വേർപെടുവാനിടയായിത്തീർന്നു. താൻ താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്നും ഒരു ദിവസം അതിരാവിലെ സമയത്ത് ഈ അഡ്വക്കേറ്റ് ടോമി നിരാശനായി ജീവിതം അവസാനിപ്പിക്കാൻ തക്കോണം അടുത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു നീങ്ങുകയാണ്. ആ സമയത്ത് ചില ആദിവാസികളായ ആളുകൾ ഹുക്ക വലിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. ഈ ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നനായ ഈ ചെറുപ്പക്കാരൻ ജീവിതം അവസാനിപ്പിക്കാനുള്ള ആ വ്യഗ്രതയോടുകൂടെ ആ ആദിവാസികളുടെ അടുത്ത് അല്പസമയം ഇരുന്ന് പിന്നെയും ആ ട്രെയിൻ വരുന്ന സമയം നോക്കി അദ്ദേഹം മുന്നോട്ട് പോകാൻ തക്കവണ്ണം തീരുമാനിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പാസ്റ്റർ ഭക്തവത്സലൻ ഫിബ റേഡിയോയിലൂടെ സ്നേഹ സോപാനം, പുതുജീവൻ എന്നീ പ്രോഗ്രാമുകൾ ചെയ്യുന്ന കാലമാണ്. പുതുജീവൻ എന്ന ആ റേഡിയോ പ്രോഗ്രാമിലൂടെ അന്ന് ഹുക്ക വലിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ അടുത്ത് അവിടെയുള്ള ഏതോ ക്രൈസ്തവ സ്നേഹിതർ ഒരു ചെറിയ ഹോൺ ഘടിപ്പിച്ചിരുന്നു. ആ ഹോണിലൂടെ പുതുജീവൻ സംഗീത പരിപാടിയിലൂടെ നിശയുടെ നിശബ്ദതയിൽ എന്നുള്ള ആ ഗാനം ഒഴുകിയെത്തുകയാണ്. ടോമി എന്ന ഈ ചെറുപ്പക്കാരൻ ഒരു നിമിഷം അവിടെ നിന്നു. ആ ഗാനത്തിന്റെ ഓരോ വരികളും തൻ്റെ ഹൃദയത്തിൽ അലയടിച്ചുകൊണ്ടിരുന്ന ദുഃഖത്തിന്റെ, നിരാശയുടെ തിരമാലകളെ ശാന്തമാക്കാൻ ഇടയായി തീർന്നു. ആ ചെറുപ്പക്കാരൻ ആ റേഡിയോ പ്രോഗ്രാമിന്റെ അവസാനം വിലാസം പറഞ്ഞപ്പോൾ അത് കുറിച്ചെടുത്തുകൊണ്ട് ക്യാമ്പസ് ക്രൂസൈഡിന്റെ ബാംഗ്ലൂരിലുള്ള ഓഫീസിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ഞാൻ ഈ സ്നേഹ സോപാനം പരിപാടിയിലൂടെ ഈ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ രക്ഷകനായി കണ്ടെത്തുവാൻ തക്കണം എനിക്കിടയായി തീർന്നു. യേശുവിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്യാമ്പസ് ക്രൂസൈഡിന്റെ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും പിന്നീട് അദ്ദേഹം കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് അനുഗ്രഹീതനായ ഒരു സുവിശേഷകനായി മാറുവാൻ തക്കണം ഇടയായിത്തീർന്നു. ജീവിതത്തിൽ നിരാശ ബാധിച്ച് വഴിയറിയാതെ തപ്പിത്തടയുന്ന ജീവിതങ്ങൾക്ക് ഈ ഗാനം ആശ്വാസമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ തോമസൻ നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നു. നിശയുടെ നിശബ്ദതയിൽ.
കലയുടെ പുറകെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഓടി നടന്ന ഭക്തവത്സലനെ 1971 ഏപ്രിൽ 14 യേശു ക്രിസ്തു പിടിച്ചു നിർത്തി. അദ്ദേഹം ഒരു ഗായകൻ മാത്രമല്ല, നാടകങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളായി അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. അതുപോലെ നൃത്ത പരിപാടികൾ എന്നുവേണ്ട കലയുടെ എല്ലാ രംഗത്തും ഭക്തവത്സലൻ്റെതായ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. സുവിശേഷ വേദികളിൽ അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികം വിദൂരതയിലല്ലാതെ മകൻ ഭക്തവത്സലൻ നാടകങ്ങളിൽ അഭിനയിക്കുക പതിവായിരുന്നു. എന്നാൽ തൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീർ ദൈവം മാനിച്ചു. 1971 ഈ പ്രതിഭ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. ആ കാലത്ത് വിപ്ലവം ധ്വനിക്കുന്ന ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് ജന്മം കൊണ്ടു. ആ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ യുവജന ക്യാമ്പുകളിലൊക്കെ ഒന്നിച്ചു പാടിയിരുന്ന ഒരുപിടി ഗാനങ്ങൾ. ഭാരത ശോഭിത എന്ന് ആരംഭിക്കുന്ന ആ സീരീസിലെ ഒരു ഗാനം ഞങ്ങളിവിടെ ആലപിക്കുകയാണ്. ഈ ഗാനങ്ങളൊന്നും പുതിയ തലമുറയ്ക്ക് പരിചിതമല്ല. ഈ എഴുതിയ ഗാനങ്ങൾ പലതും തന്നെ പാസ്റ്റർ ഭക്തവത്സലൻ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു CD ആക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ പഴയ ഗാനശേഖരത്തിലെ 3 വിപ്ലവ ഗാനങ്ങൾ പോലെയുള്ള ഗാനങ്ങൾ ഞങ്ങളിവിടെ ആലപിക്കുന്നുണ്ട്. അതിൽ ആദ്യ ഗാനം ഭാരത ശോഭിത എന്ന് ആരംഭിക്കുന്നു. ഈ ഗാനത്തിന് ജെയ്സൺ ലീഡ് ചെയ്യുന്നതായിരിക്കും.